അതേസമയം PM ശ്രീ പദ്ധതി വിഷയത്തിൽ എതിർപ്പുന്നയിക്കാൻ CPIക്ക് യോഗ്യതയില്ല എന്ന് CPM നേതാവ് ജോൺ ബ്രിട്ടാസ് MP. സംസ്ഥാനത്തിന്റെ പരിഗണനയിൽ വരേണ്ട വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്രത്തിന് കൈമാറാൻ മുൻപ് കോൺഗ്രസിനൊപ്പം ചേർന്ന് നിയമനിർമ്മാണം നടത്തിയവരാണ് CPI എന്ന് ബ്രിട്ടാസ് കുറ്റപ്പെടുത്തുന്നു. മീഡിയ വൺ പോഡ്കാസ്റ്റ് വൺ സ്റ്റോറിയിലാണ് ബ്രിട്ടാസിന്റെ പ്രതികരണം. ഈ എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മുടെ ഭരണഘടനാ ശില്പികൾ അത് സംസ്ഥാനത്തിൻ്റെ അധികാര പട്ടികയിൽപ്പെടുത്തിയതല്ലേ. എഡ്യൂക്കേഷൻ ഹെൽത്ത് പോലെ കംപ്ലീറ്റ്ലി വിത്ത് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. എന്നാണ് ഈ എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറിയത്? അടിയന്തരാവസ്ഥക്കാലത്ത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അത് കൺകറന്റ് ലിസ്റ്റിലായത്. അന്ന് ആരാണ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വിദ്വാന്മാർ? ഇന്ന് ഏറ്റവും കൂടുതൽ വേളം ഉണ്ടാക്കുന്ന CPI എവിടെയായിരുന്നു? അന്ന് തുടങ്ങിയല്ലേ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ വരകി തുടങ്ങിയത്. ജോൺ ബ്രിട്ടാസിന്റെ അഭിമുഖമെടുത്ത MC നാസർ ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. MCA, ഇതിലിപ്പോൾ ഈ PM ശ്രീ വിഷയത്തിൽ CPM-നും CPI-ക്കും ഇടയിലെ ഭിന്നത കടുത്തപ്പോഴും CPI-ക്കെതിരെ രൂക്ഷമായ പ്രതികരണത്തിലേക്കോ വിമർശനങ്ങളിലേക്കോ ഒന്നും CPM നേതാക്കൾ പോയിരുന്നില്ല. അതിലൊരു ശ്രദ്ധയും കണിശതയും ഒക്കെ അവർ പുലർത്തിയിരുന്നു. പക്ഷേ ജോൺ ബ്രിട്ടാസ് കുറെ കൂടി കടത്തി പറയുകയാണ്. MC-യുമായി സംസാരിച്ചപ്പോൾ എന്തെല്ലാം കാര്യങ്ങളിലാണ് ബ്രിട്ടാസ് സംസാരിക്കുന്നത്? CPI-ക്കെതിരെ ഈ PM ശ്രീ വിഷയത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും ഒക്കെ CPM-നകത്ത് നേതാക്കൾക്കൊക്കെ ഉള്ളിൽ ഉള്ള വികാരമായി നമുക്കിപ്പോൾ ബ്രിട്ടാസിന്റെ വാക്കുകളെ കാണാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഇത് ഒരു സംഭാഷണത്തിനിടയിൽ അല്ലെങ്കിൽ മീഡിയ വൺ പോഡ്കാസ്റ്റ് ആയിട്ടുള്ള ഈ വൺ സ്റ്റോറിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ യാദൃശ്ചികമായിട്ട് പറഞ്ഞൊരു സംഭവമായിട്ട് തോന്നുന്നില്ല. ബ്രിട്ടാസ് തന്നെ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം ഇത് വിവാദമാകുമെന്നറിയാം, വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തമാക്കുന്നത്. കാരണം ചരിത്രപരമായി തന്നെ ഇത്തരം നീക്കങ്ങളിൽ പലപ്പോഴും കോൺഗ്രസിനോട് ചേർന്ന് നിന്നൊരു പാർട്ടി കൂടിയാണ് CPI. ഒരു CPI ഇപ്പൊ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഈ വിദ്യാഭ്യാസം എന്നത് സ്റ്റേറ്റിൽ നിന്ന് മാറ്റി കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുന്നൊരു ഘട്ടത്തിൽ ആ കോൺഗ്രസിനൊപ്പം ചേർന്ന് ഇത്തരം ഒരു നിയമനിർമ്മാണം രൂപപ്പെടുത്തിയ ആ CPIക്ക് നിലവിൽ ഇത്തരം PM ശ്രീ പദ്ധതിക്കെതിരെ നിലയുറപ്പിക്കാൻ ധാർമ്മികമായോ ചരിത്രപരമായിട്ടോ അവകാശമില്ല. അത് മാത്രമല്ല, ഈ സംഭാഷണത്തിന്റെ ഭാഗമായിട്ട് ബ്രിട്ടാസ് സൂചിപ്പിക്കുന്നുണ്ട്, BJP-യും CPI-യും ഒക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുമ്പൊക്കെ മോഷ്ടാക്കൾ തങ്ങൾ പിടിക്കപ്പെടുമെന്ന് ഉറപ്പാവുന്ന ഒരു ഘട്ടത്തിൽ മറ്റുള്ളവരെ ചൂണ്ടി കള്ളൻ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു പ്രകൃതമുണ്ട്. അതേ പ്രകൃതത്തിലേക്കാണ് ഇപ്പോൾ ചില കക്ഷികൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ CPI വിമർശിച്ചുകൊണ്ട് ബ്രിട്ടാസ് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം നീക്കങ്ങൾ ഒട്ടും ഈ സംഘടിതമായിട്ടുള്ള ഒരു ആക്രമണം ഇടതുപക്ഷവും CPM-ഉം നേരിടുന്ന ഒരു ഘട്ടത്തിൽ അതേ മറ്റ് BJP-ക്കും കോൺഗ്രസിനും ഒപ്പം ചേർന്ന് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതിൽ നിന്ന് CPI പിന്മാറണം എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് CPM നേതാവും അതോടൊപ്പം തന്നെ രാജ്യസഭാ MP കൂടിയായിട്ടുള്ള ബ്രിട്ടാസ് ഈ അഭിമുഖത്തിൽ പങ്കുവെക്കുന്നത്. ശരി, MC നാസറാണ് ദുബായിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.